ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. ഇപ്പം നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇലയെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സദ്യ കഴിക്കാം. അപ്പം നമ്മുടെ മമ്മയാണ് കേട്ടോ വിളമ്പി തരുന്നത്. വാവ്. അപ്പോൾ ആദ്യം തന്നെ അതാ നമ്മുടെ ചിപ്സാണ് കേട്ടോ വിളമ്പിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് വിളമ്പുന്നത് നമ്മുടെ ശർക്കര വരട്ടിയാണ് കേട്ടോ. മമ്മ നമ്മുടെ നെക്സ്റ്റ് ഇതാ മെഴുക്ക് വരട്ടിയാണ് വിളമ്പുന്നത്. അപ്പം അത് പയറാണ് കേട്ടോ, ചെറിയ പയറല്ലേ അതാണ്. നെക്സ്റ്റ് നമ്മുടെ ഉള്ളിത്തീയിലാണ് കേട്ടോ. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടേതാ ചേനയും പയറും കൂടെ തോരൻ, കൂട്ടുകറി എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ കൂട്ടുകറി കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകറി. എത്ര കൂട്ടം കറി ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ? 16 കറീസ് ഉണ്ട്, 3 പായസമുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്, പഴമുണ്ട്, ശർക്കര വരട്ടി ഉണ്ട്, ചിപ്സും ഉണ്ട്, അച്ചാറാണ്. മോസ്റ്റ് ആണ് ബിഗ് മോസ്റ്റ് ആണ് ഗൈസ്. നമ്മുടെ മമ്മേൻ്റെ സ്പെഷ്യലാണ് കേട്ടോ എല്ലാം. നെക്സ്റ്റ് നമ്മുടെ ബീറ്റ്റൂട്ട് കറിയാണ്. പിന്നെ അതാ നമ്മുടെ പച്ചടിയാണ്. ഇനി അറിയില്ല. ഓലൻ. വാവ് ഗൈസ്. നെക്സ്റ്റ് ഓലനാണ് കേട്ടോ. ഓലൻ മോസ്റ്റ് ആയിട്ടുണ്ട്. യെസ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സ്രാവാണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മാനന്തവാടി വീട്ടിലൊക്കെ അമ്മച്ചീൻ്റെ വീട്ടിലൊക്കെ സദ്യ വിളമ്പുമ്പം മെയിനായിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ സ്രാവ് മീൻ കറി. അതാണ് കേട്ടോ അത്. ഇനി നമ്മുടെ സ്രാവ് വരട്ടിയെന്നൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് ക്യാബേജ് തോരനാണ് വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ കറികളും ആയി. ഇനിയിപ്പോൾ അവിയലും സാമ്പാറും ഒക്കെയാണ് വരാനുള്ളത്. പഴം എന്താ വന്നിട്ടുണ്ട് കേട്ടോ. സീനാണ് കളി തന്നെ. ഇതാണ് നമ്മുടെ അവിയൽ. ഇവിടെ വെച്ചോ അവിയൽ. ഓ മൈ ഗോഡ്, മോസ്റ്റ് ആയിപ്പോയി ഗൈസ് അവിയൽ. കറി വിളമ്പി എൻ്റെ എല്ലാം നിറഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ചോറ്. നമ്മുടെ തുമ്പപ്പൂ ചോറാണ് കേട്ടോ. നടുക്കൊരു ഇതിട്ടോ. അത് സാമ്പാർ ഒഴിക്കാനുള്ള സ്പേസ് ആണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. മോസ്റ്റ് സാമ്പാർ വരെ അപ്പൂങ്ങ സാമ്പാർ. നമ്മുടെ ജെമ്പർ റെഡി ആയിട്ടുണ്ട്. വാവ്. ഇനിയുള്ളത് നമ്മുടെ രസവും മോരുമാണ്. അത് അവിടെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും കഴിക്കാം കേട്ടോ. പപ്പടം എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ഇന്ന് കഴിക്കും. പപ്പടത്തിനോട് വലിയ ഐ ലവ് യു ഒന്നും എനിക്കില്ല. പക്ഷെ നമ്മുടെ പപ്പടം സദ്യയിലെ മസ്റ്റ് അല്ലേ. അപ്പം നമ്മുടെ പപ്പടം എന്താ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മമ്മ എനിക്ക് പുളിയിഞ്ചി തന്നോ? പുളിയിഞ്ചി മറന്നു. കണ്ടോ ഞെട്ടിന്റെ ഇലയിൽ എന്താ ഉള്ളത് ഞാൻ നോക്കുന്നത്. നമ്മുടെ പുളിയിഞ്ചി മോസ്റ്റ് ആയിപ്പോയി ഗൈസ്. പുളിയിഞ്ചി അപ്പതാ നമ്മുടെ മോരും രസം അവിടെ ഉണ്ട്. കഴിക്കാണ് കേട്ടോ. അതാ നമ്മ വരത്തിരുന്നു. സദ്യ മോസ്റ്റ് ആയോ? മോസ്റ്റ് സദ്യ കഴിച്ചോട്ടോ. അപ്പം നമ്മളിതാ എല്ലാ കറികളും കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. അത് തന്നെ. ഇനിയിപ്പോൾ എല്ലാ കറിയും കൂട്ടി ഒന്നും കൂടി പിടിക്കുകയാണ്. അത് തന്നെ ഗൈസ്. കറികൾ ഏതൊക്കെ എടുത്തില്ല എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഏതൊക്കെ എടുത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പറയും. നെക്സ്റ്റ് ടൈം ഞാൻ റെഡിയാക്കാമെന്നോ. നമ്മുടെ സ്രാഗ് എടുത്തില്ല. ഇപ്പം നമ്മൾ ഒരുപാട് കഴിക്കുകയാണ് കേട്ടോ. എന്താ രുചി! ബാബാറ്റെ ഞാൻ എവിടെയോ എത്തിയ പോലെ തോന്നി. അത്ര രുചി. എല്ലാ കറിൻ്റെയും കൂടെ ടേസ്റ്റ് വരുമ്പം മോസ്റ്റ് സൂപ്പറാണ്.
നമ്മളെ രസവും മോരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം നമ്മുടെ രസവും മോരും. നമ്മുടെ രസവും മോരും വന്നിട്ട് എവിടെയാണ് കേട്ടോ. നൈസ്. അവരാണ് ഞാനിപ്പോൾ എടുക്കുന്നില്ല, നമുക്ക് കഴിക്കാതെ എന്തായാലും. അതെ. അപ്പം ഞാൻ വേഗം സദ്യ കഴിക്കട്ടെ. ഓക്കെ, നിങ്ങളെല്ലാം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം ഏതായാലും എടുക്കണോ? ഒരു നമ്മുടെ രസവും മോരും എടുക്കണം ഗൈസ്. കിടന്നെടുക്കണം. അതെ. അങ്ങനെ നമ്മുടെ രസവും മോരും. അല്ല, എനിക്ക് വിഷമാവും നിങ്ങൾ കാണിച്ചില്ല എന്ന് ഓർത്തിട്ട്. അതെ, ഇപ്പോൾ കാണിച്ചേക്കാന്ന്. ക്യാമറമാൻ പാവം. അതെ, ഇതാണ് നമ്മുടെ ക്യാമറമാൻ അവസ്ഥയാണ്. മോരു ഇച്ചിരി എടുത്തുള്ളൂ ഞാൻ. ഇതാണ് എന്ത് നമ്മുടെ സെപ്പറേറ്റ് ആണ് ശരിക്കും കൂട്ടി തിന്നണ്ടേ. അതെ, പക്ഷെ ഞാൻ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് വെച്ചു. അതും കൂടി വരുമ്പോഴാണ് സീനാവുക. അത് തന്നെ. വാവ്, മോരും രസവും കൂടി കൂട്ടി നമുക്ക് കഴിക്കാം കേട്ടോ. മോസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്പൈസി രസം. അപ്പം എല്ലാ കറികളും കൂടെ കൂട്ടി നമ്മൾ കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല, ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിച്ചു കഴിയണം ഗൈസ്. അതുകൊണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ അടക്കം കൊന്നടക്കം ഒറ്റ തെരപ്പിക്കലായിരിക്കും. ഈ കാണുന്ന പാവം ഞാൻ അല്ലായിരിക്കും കേട്ടോ. അത് കാരണം എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങളെല്ലാവരും സദ്യ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. കമൻ്റ് ഒന്നും പറയാൻ മറക്കരുത്. അപ്പം ഞാൻ മോസ്റ്റായി കഴിക്കാൻ പോവുകയാണ്. മോസ്റ്റ് സദ്യ. വിഷ് യു എ ഹാപ്പി ഓണം ഗൈസ്.